മുഖത്ത് ആവി പിടിക്കുന്നത് നിങ്ങളുടെ സ്കിന്നിന് നല്ലതാണോ അതോ അത് സ്കിന്നിന് ദോഷകരമായി ബാധിക്കുമോ? ബ്യൂട്ടി പാർലറുകളിലും പല സ്കിൻ കെയർ റുട്ടീനിലും നമ്മൾ സ്ഥിരമായി കാണുന്ന ഒരു കാര്യമാണ് ഫേഷ്യൽ സ്റ്റീമിംഗ്. ഫേഷ്യൽ സ്റ്റീമിങ്ങിന്റെ യഥാർത്ഥ ഗുണങ്ങളും ദോഷങ്ങളും പറഞ്ഞു തരാം. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. സ്റ്റീമിംഗ് ചെയ്താൽ പോർസ് തുറക്കില്ല. പോർസിന് തുറക്കാനും അടയ്ക്കാനും കഴിയുന്ന വാതിലുകളില്ല. ചൂട് കാരണം സ്കിന്നിന്റെ ഉപരിതലം സോഫ്റ്റ് ആവുകയും ഓയില്, ഡെഡ് സ്കിന്ന്, ബ്ലാക്ക് ഹെഡ്സ് എന്നിവ പിന്നീട് നീക്കം ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാവുകയും ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അതിനാൽ സ്റ്റീമിംഗ് ഒരു ക്ലെൻസിങ്ങിനെ സഹായിക്കുന്ന സ്റ്റെപ്പാണ്, അതൊരു ട്രീറ്റ്മെൻ്റ് അല്ല. ആദ്യത്തെ കാര്യം, സ്റ്റീമിംഗ് ചെയ്താൽ ആക്നെ മാറില്ല. ആക്നെൻ്റെ പ്രധാന കാരണം ഹോർമോൺസ്, ഓയിൽ പ്രൊഡക്ഷൻ, ബാക്ടീരിയ, ഇൻഫ്ലമേഷൻ എന്നിവയാണ്. ആവി പിടിച്ചാൽ ഇവ മാറില്ല. അതുകൊണ്ട് ആക്നെ ഉള്ളവർ സ്റ്റീമിംഗ് മാത്രം ചെയ്ത് സമയം കളയാതെ ശരിയായ ചികിത്സ സ്വീകരിക്കണം. രണ്ടാമത്തെ കാര്യം, ബ്ലാക്ക് ഹെഡ്സ് ഉള്ള ചിലർക്ക് സ്റ്റീമിങ്ങിന് ശേഷം അവ നീക്കം ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായേക്കാം. മൂന്നാമത്തെ കാര്യം, സെൻസിറ്റീവ് സ്കിന്ന്, റൊസേഷ്യ, എക്സീമ അല്ലെങ്കിൽ മുഖം പെട്ടെന്ന് ചുവന്നു പോകുന്നവരാണെങ്കിൽ പലപ്പോഴും സ്റ്റീമിംഗ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. സ്റ്റീമിംഗ് കാരണം ബേണിംഗ് സെൻസേഷൻ, ഇച്ചിങ്, ഇറിറ്റേഷൻ എന്നിവ കൂടുതൽ വഷളാകാം. നാലാമത്തെ കാര്യം, വളരെ ചൂടുള്ള സ്റ്റീം മുഖത്തോട് വളരെ അടുത്ത് പിടിക്കുന്നത് പൊള്ളലിനും സ്കിൻ ബാരിയർ ഡാമേജിനും കാരണമാകാം. സ്റ്റീം പിടിക്കുന്നെങ്കിൽ സ്റ്റീമിന് വളരെ ചൂട് ആകരുത്. മുഖം സ്റ്റീമിനോട് വളരെ അടുത്ത് കൊണ്ടുവരികയും അരമണിക്കൂർ ആവി പിടിക്കുകയും ചെയ്യുന്നത് ശരിയായ രീതിയല്ല. അഞ്ചാമത്തെ കാര്യം, ആവി പിടിച്ചതിന് ശേഷം ബ്ലാക്ക് ഹെഡ്സ് സ്വയം ഞെക്കിയെടുക്കുകയോ നെയിൽസ് ഉപയോഗിച്ച് അമർത്തുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ഇൻഫെക്ഷൻ, പിഗ്മെൻറ്റേഷൻ, സ്കാർ എന്നിവ വരാനുള്ള സാധ്യത കൂടും. ആറാമത്തെ കാര്യം, എസൻഷ്യൽ ഓയിൽസ് അല്ലെങ്കിൽ വിക്സ് പോലത്തെ സാധനങ്ങൾ സ്റ്റീമിൽ ചേർക്കുന്നത് സ്കിന്നിനോ കണ്ണുകൾക്കോ ഇറിറ്റേഷൻ ഉണ്ടാക്കാം. സാധാരണ സ്റ്റീം മതിയാകും. നിങ്ങൾ മുഖത്ത് സ്ഥിരമായി ആവി പിടിക്കാറുണ്ടോ? കമൻറ്റ് ചെയ്ത് പറയൂ. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കുമായിട്ട് ഷെയർ ചെയ്യും. ഇത്തരം എവിഡൻസ് ബേസ്ഡ് സ്കിൻ കെയർ അറിവുകൾക്കായിട്ട് ഈ അക്കൗണ്ട് ഫോളോ ചെയ്യും.